ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് സദ്യ സ്പെഷ്യൽ പുളി ഇഞ്ചി അഥവാ പുളിങ്കറിയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാങ്ങ ഇഞ്ചി കൊണ്ടുള്ള പുളിങ്കറിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. ഇനി ഒട്ടും സമയം കളയാതെ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഞാൻ ഏകദേശം 150 ഗ്രാം മാങ്ങ ഇഞ്ചിയാണ് പുളി ഇഞ്ചി ഉണ്ടാക്കാൻ വേണ്ടി എടുത്തത്. ഇനി ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം. 2 ചെറുനാരങ്ങ വലിപ്പത്തിൽ പുളിയെടുത്ത് അതിലേക്ക് 1.5 കപ്പ് വെള്ളവും ഒഴിച്ച് കുതിർത്ത് വെക്കുക. പുളി നന്നായി കുതിർന്നാൽ പുളിവെള്ളം അരിച്ച് മാറ്റി വെക്കുക. ഇഞ്ചി ഇതുപോലെ വളരെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക. പുളിയിഞ്ചിയിൽ ചേർക്കാൻ വേണ്ടി 3 പച്ചമുളക് വട്ടത്തിൽ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. പുളിവെള്ളം അരിച്ചെടുത്തിട്ടുണ്ട്. 3 വറ്റൽമുളക് ചെറുതായി മുറിച്ചത്, കറിവേപ്പില, വെളിച്ചെണ്ണ, കടുക്, 2 ശർക്കര എന്നിവ എടുത്തിട്ടുണ്ട്. ഞാൻ മൺചട്ടിയിലാണ് പുളിങ്കറി ഉണ്ടാക്കുന്നത്. ചൂടായ മൺചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് ആവശ്യത്തിന് കടുക് ചേർക്കുക. കടുക് പൊട്ടുമ്പോൾ അതിലേക്ക് വറ്റൽമുളക് ചേർക്കുക. ഇനി ഇതിലേക്ക് മുറിച്ചു വെച്ച ഇഞ്ചി കഷ്ണങ്ങൾ ചേർക്കുക. ഇതിലേക്ക് മുറിച്ചു വെച്ച പച്ചമുളക് ചേർക്കുക. ഇതിലേക്ക് കറിവേപ്പില കൂടെ ചേർത്ത് തീ മീഡിയം ഫ്ലെയിമിലിട്ട് കൈവിടാതെ ഇളക്കുക. ഇഞ്ചി നന്നായി മൂക്കുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇഞ്ചിയുടെ കളർ നന്നായി ചേഞ്ച് ആവുമ്പോൾ ഇതിലേക്ക് അരിച്ചു വെച്ച പുളിവെള്ളം ചേർക്കുക. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക. ഇതിലേക്ക് 2 ശർക്കര കൂടെ ചേർക്കുക. എല്ലാം നന്നായി മിക്സ് ചെയ്യുക. പുളിങ്കറി നന്നായി തിളച്ച് കുറുകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. പുളിയിഞ്ചി ആവാറായിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ വറുത്തു പൊടിച്ച ഉലുവപ്പൊടി കൂടെ ചേർത്ത് തീ ഓഫ് ചെയ്യുക. നന്നായി തണുത്തതിനു ശേഷം കഴിക്കുക. പുളിങ്കറി നന്നായി തണുത്ത് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.